പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് പറയാൻ പോകുന്നത് ഒരു അനുഭവ കഥയാണ്. കഥ നടക്കുന്നത് 2004 ദുബായിലാണ്. ഒരു ഡിസംബർ മാസം, വളരെ തണുപ്പുള്ള ഒരു പ്രഭാതമാണ്. ഞാനവിടെ ഒരു കമ്പനിയിലെ വാൻ സെയിൽസ്മാൻ ആയിട്ട് ജോലി ചെയ്യാണ്. അപ്പോൾ ഹയാസിൻ്റെ ഒരു വാനുണ്ട്. വാനിലേക്ക് ജ്യൂസ്, നോൺ ആൽക്കഹോളിക്കായ ബിയർ, ഇതെല്ലാം ബർദുബായിലെയും കരാമയിലെയുമുള്ള കടകളിൽ ആളുകൾക്ക് കൊടുക്കണം. കഫ്തേരിയ റെസ്റ്റോറൻ്റാണ്, സെയിൽസ്മാൻ ആണ്, വിൽക്കുകയാണ് എൻ്റെ പണി. രാവിലെ 7 മണിക്ക് ഞാൻ പതിവ് പോലെ എൻ്റെ പണിക്ക് ഇറങ്ങി. സെയിൽസ് കമ്പനിയിൽ പ്രധാനമായിട്ടും ടാർഗറ്റ് എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ടാർഗറ്റ് അച്ചീവ് ചെയ്യുക, ടാസ്ക് പിടിച്ച പണിയാണ്. ആ സമയത്തും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഞാനാണെങ്കിൽ ആ ഫീൽഡിൽ അധികകാലം അവിടെ ആയിട്ടുമില്ല, പുതുതായിട്ട് തുടങ്ങിയിരിക്കുകയാണ്. അബുദാബിയിൽ നിന്ന് മാറ്റം വന്നിട്ടേ ഉള്ളൂ. സാഹചര്യങ്ങളും ആളുകളുമായിട്ടൊക്കെ പൊരുത്തപ്പെടുകയും എൻ്റെ ടാർഗറ്റ് ആവാനുള്ള നെട്ടോട്ടത്തിൻ്റെ ഇടയിൽ ഒരു 10 മണിയോടുകൂടി നാദാപുരത്തുകാരനായ അഷ്റഫ് എന്ന പേരുള്ള, പേരെല്ലാം സാങ്കല്പികമാണ്, അഷ്റഫ് എന്ന പേരുള്ള ഒരു സുഹൃത്ത്, ഒരു കടയുടെ ഇൻചാർജ് എന്നെ വിളിക്കുകയാണ്. ഇന്ന് ബർദുബായി ഗുബൈബ മെട്രോ സ്റ്റേഷൻ നിൽക്കുന്ന സ്ഥലത്ത് ക്രീക്കിനോട് ചേർന്നുകൊണ്ട് ഏഷ്യ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പരിപാടി ആദ്യമായിട്ട് നടക്കുകയാണ്. അവിടെ ഒരു കട എടുത്തിട്ടുണ്ട് എന്നും ആ കടയിലേക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമുണ്ട് എന്നുമാണ്. എനിക്ക് വളരെ സന്തോഷമായി. വിചാരിക്കാതിരിക്കുന്ന ഒരു ഓർഡറാണ്. അത്യാവശ്യം സാധനം അവരെടുക്കുമെന്ന് മനസ്സിലായി. ഞാൻ ആ സാധനം ഇറക്കാനായിട്ട് ഉച്ച സമയത്ത് അവിടേക്ക് പോകുമ്പോൾ ഈ അഷ്റഫിന്റെ അനിയൻ അവിടെ എന്തോ ഒരു ലോഹ വിഗ്രഹത്തില് ഒരയ്ക്കുന്നതായിട്ട് ഞാൻ ഇങ്ങനെ കണ്ടു. ഞാനത് വലിയ ശ്രദ്ധയൊന്നും കൊടുക്കാതെ അങ്ങനെ നോക്കി. ഒരു വിഗ്രഹമാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ എൻ്റെ പണികളൊക്കെ ചെയ്തു. കടകളെക്കുറിച്ചും എത്ര രൂപയായി ഈ കട എടുക്കാൻ, എന്താണ് ഇവിടുത്തെ കച്ചവടം എന്നൊക്കെ പറഞ്ഞു എൻ്റെ കച്ചവടവും നടത്തി ഞാൻ അവിടുന്ന് പോരുമ്പോൾ ആ വിഗ്രഹം കഴുകിയിട്ട് അതല്ല എന്ന് ഈ അഷ്റഫിന്റെ അനിയൻ പറയുകയും, എന്നാൽ നിൽക്ക്, നീ ഇത് കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് അഷ്റഫ് ഈ വിഗ്രഹം എടുത്ത് എനിക്ക് തരികയാണ്. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഒരു ഓട് പോലെ ഉള്ള ലോഹം കൊണ്ടുണ്ടാക്കിയ ഒരു വിഗ്രഹമാണ്. ഞാനത് വളരെ സ്നേഹപൂർവ്വം മേടിക്കുന്നു. ഈ വിഗ്രഹത്തെ എൻ്റെ വണ്ടിയിൽ വെച്ച് വൈകുന്നേരം അവീറിലാണ് ഞങ്ങളുടെ സ്റ്റോർ. ലോഡിംഗ് എല്ലാം കഴിഞ്ഞ് ഞാൻ റൂമിലേക്ക് വരികയാണ്. ബർദുബായിലാണ് ഞങ്ങൾ താമസിക്കുന്നത്. ബർദുബായിലെ റൂമിൽ ഞങ്ങളുടെ ചെർപ്പശ്ശേരിക്കാരായിട്ടുള്ള 2 പേര് കൂടിയുണ്ട്, ഒപ്പം നാട്ടുകാർ തന്നെയാണ്. അപ്പം അതിൽ ഒരു മുതിർന്ന ചേട്ടനുണ്ട്, വേണുവേട്ടൻ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം എന്നോട് പറഞ്ഞു, നമുക്കത് വിഗ്രഹം ഒന്ന് തേച്ച് കഴുകണം, അതിന് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ബർദുബായിലുള്ള അമ്പലമുണ്ട്, അമ്പലത്തിന്റെ ഭാഗത്തേക്ക് പോയി കുറച്ച് തേച്ച് കഴുകാനുള്ള സാധനങ്ങളൊക്കെ ഒന്ന് മേടിച്ചു. പിന്നെ നമുക്ക് വിളക്ക് വെക്കാനുള്ള എണ്ണ, വിളക്ക്, ബാക്കി കാര്യങ്ങളൊക്കെ മേടിച്ച്, ഇത് ബാച്ചിലേഴ്സിന്റെ റൂം അറിയുന്ന പ്രത്യേകിച്ച് പ്രവാസിയായ ആളുകൾക്കൊക്കെ അറിയാം, ചെറിയ കബോർഡുകളാണ്. അതുതന്നെ എല്ലാവർക്കും അന്ന് കബോർഡില്ല. അതിൽ ഈ വേണുവേട്ടന്റെ കബോർഡിൽ തന്നെ ഈ ഒരു വിഗ്രഹത്തെ ഞങ്ങൾ പ്രതിഷ്ഠിച്ചു. രാജേഷ് ഏട്ടൻ എന്ന് പറയുന്ന വേറൊരു സുഹൃത്തു കൂടിയുണ്ട്. അപ്പോൾ ഏകദേശം എല്ലാവരും തുല്യമായ പോസ്റ്റുകളിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. രാജേഷ് ഏട്ടന് വേണുവേട്ടൻ, ഞാൻ അന്ന് ലൈസൻസ് എടുത്തത് കൊണ്ട് സെയിൽസ്മാനാണ്. ഇവിടെ അന്നത്തെ പ്രാർത്ഥനാ പരിപാടികൾ കഴിഞ്ഞ് ഞങ്ങൾ ഭക്ഷണം കഴിക്കുന്നു. വേണുവേട്ടൻ നല്ലൊരു കുക്കാണ്. ചിക്കൻ കറി ഉണ്ടാക്കിയിട്ടുണ്ട് അദ്ദേഹം. നല്ലൊരു ഭക്ഷണം ഞങ്ങൾ അന്ന് കഴിച്ചു. ആ കഴിക്കുന്ന കൂട്ടത്തിൽ വേണുവേട്ടൻ ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞു, ഇനിയിപ്പത് നമ്മൾ ചിക്കനൊക്കെയാണ് ഇന്ന് ഉണ്ടാക്കിയത്, എന്താവും എന്നറിയില്ല എന്നൊരു കാര്യം പറഞ്ഞു. അത് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. പിന്നെ വിഗ്രഹത്തെ ചുറ്റിപ്പറ്റി 1-2 തമാശ കഥകളൊക്കെ പറഞ്ഞു. ഇവിടെ നിന്ന് കിട്ടിയതാണാവോ, ക്രീക്കാണ്, ദുബായിലെ ക്രീക്കിലാണ്, ഏതെങ്കിലും സിന്ധികൾ ഇട്ടതായിരിക്കാം, അല്ലെങ്കിൽ എങ്ങനെയോ വന്നതായിരിക്കാം. പല പല കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തു. ഞങ്ങളങ്ങ് കടന്നുറങ്ങി. എല്ലാ ദിവസവും രാവിലെ 7 മണിക്ക് ഡ്യൂട്ടിക്ക് പോകണമെന്നുണ്ടെങ്കിൽ വളരെ ഏറ്റവും വൈകി നീക്കുന്ന ഞാൻ 6:45 നീച്ച് 15 മിനിറ്റ് കൊണ്ട് റെഡി ആയിട്ട് ഇറങ്ങും. ആരും ഉണ്ടാവില്ല ബാത്റൂമിൽ. രാജേഷ് ജോലിക്ക് പോയിട്ടുണ്ട്, അദ്ദേഹത്തിന് അവീറിലെത്തണം, സ്റ്റോറിലാണ് ജോലി.
വേണുവേട്ടൻ വണ്ടിയിൽ പോകുന്ന ആളാണ്. പക്ഷെ എൻ്റെ മുന്നേ ഇറങ്ങി എനിക്കൊരു സുലൈമാനി ഉണ്ടാക്കി എന്നെ വിളിക്കുന്ന ആ മനുഷ്യൻ ഓടിപ്പതിച്ച് കടക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ വേണുവേട്ടാ, അന്ന് നിങ്ങൾ പണിക്ക് പോകുന്നില്ലേ? ഇല്ല, വല്ലാത്ത പനിയാണെന്ന് പറഞ്ഞു. വല്ലാതെ പറയ്ക്കുന്നുണ്ട് ആൾ. വല്ല മരുന്ന് വല്ലതും വേണോ, എന്തെങ്കിലും ചെയ്യണോന്ന് വെച്ചൊന്നും വേണ്ട, ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് എഴുന്നേറ്റോളാം എന്ന് പറഞ്ഞ് ഞാൻ അദ്ദേഹത്തിനോട് യാത്ര പറഞ്ഞുകൊണ്ട് എൻ്റെ ജോലിക്ക് ഇറങ്ങി. അന്നേ ദിവസം ഉച്ചയായി കഴിഞ്ഞപ്പോൾ എൻ്റെ വണ്ടി ഇത് ബർദുബായിലെ സ്റ്റാൻഡ് സിനിമയൊക്കെ ഉള്ള ഈ വിഗ്രഹമൊക്കെ കിട്ടിയ ആ സ്ഥലത്തിൻ്റെ കുറച്ച് മാറിക്കൊണ്ട് ഒരു മന്ത്രിയുടെ മന്ത്രിയുടെ വാഹനമാണെന്നൊക്കെ പിന്നീടാണ് അറിയുന്നത്, 2 അക്ക നമ്പറുള്ള ഒരു വണ്ടിയുമായിട്ട് ആക്സിഡൻ്റ് ആയി അവിടെ. ഞാൻ തൊട്ടപ്പുറത്തേക്ക് പാർക്ക് ചെയ്യാനുള്ള വരവിലാണ് ഈ വണ്ടി വന്ന് എന്നെ അടിക്കുന്നത്. പെട്ടെന്ന് തന്നെ പോലീസ് വരുന്നു, ബാക്കി കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇയാൾ മിനിസ്റ്റർ ആണെന്നും മീറ്റിങ്ങിന് പോവാണെന്നൊക്കെ അറിഞ്ഞു. എന്നോട് പേടിക്കൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അയാൾ ഭയങ്കര ഹറിബറിയായിരുന്നു അദ്ദേഹം. എന്താണെങ്കിലും അന്ന് എൻ്റെ വയസ്സ് ഇത്ര വയസ്സിൻ്റെ താഴെയാണെങ്കിൽ ഇൻഷുറൻസുമായി ബന്ധപ്പെട്ട എക്സ്ട്രാ ഫൈനൊക്കെ ഉണ്ട്. മാത്രമല്ല, ചുരുക്കം പറഞ്ഞാൽ ഭൗതികമായി വലിയ നഷ്ടം എനിക്കവിടെ സംഭവിക്കുന്നുണ്ട് ആ സമയത്ത്. ഞാനപ്പോൾ പ്രൊമോഷനായി ജോലി തുടങ്ങിയിട്ടേ ഉള്ളൂ. വല്ലാത്തൊരവസ്ഥയിലേക്ക് എൻ്റെ വണ്ടിയും ഡാമേജായി. അതിൻ്റെ പേപ്പറും കാര്യങ്ങളൊക്കെ മേടിച്ചുകൊണ്ട് ഞാൻ സങ്കടത്തോടു കൂടി കമ്പനിയിൽ പോയി കാര്യങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത് വേറെ വണ്ടിയൊക്കെ മാറ്റി ആ വണ്ടി അവിടെ ഇട്ട് അവിടെ നിന്ന് തിരിച്ചു പോയിരുന്നു. എനിക്ക് ആദ്യമായിട്ടുണ്ടായ ഒരു ആക്സിഡൻറ്റ്, ലൈസൻസ് കിട്ടിയിട്ട് 6 മാസം പൂർത്തിയാവുന്നതിന് മുന്നേ ആണ് ഈ ആക്സിഡൻറ്റ് എന്ന് ആലോചിക്കണം. പക്ഷെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിൽ അത് കൈകാര്യം ചെയ്തു വന്നു. അന്ന് രാത്രി ഞങ്ങൾ റൂമിലെത്തിയപ്പോൾ ഈ വേണുവേട്ടൻ്റെ പനി മാറിയിട്ടില്ല, നല്ല കഠിനമായ പനിയാണ്. അദ്ദേഹത്തിനെ വേറൊരാളെ കൂട്ടി ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു. രാജേഷ് സാധാരണ വരുന്ന സമയം കഴിഞ്ഞിട്ടും രാജേഷ് റൂമിലെത്തിയിട്ടില്ല. രാജേഷിന് കാലിൻ്റെ മുകളിലേക്ക് ട്രോളി ഉണ്ട്, ഉന്തുന്ന വണ്ടിയാണ്. ഇത് വീണുകൊണ്ട് രാജേഷിൻ്റെ കാലിൽ ഡാമേജായി ഹോസ്പിറ്റലിൽ പോയെന്നും അത് കെട്ടിക്കൊണ്ട് വേറെ ആളുകളുടെ സഹായത്തോടു കൂടി രാജേഷ് റൂമിലേക്ക് വരികയാണ്. ഉടനെ ഈ കഥകളെല്ലാം ചെന്നെത്തിച്ചത് ഇന്നലെ കിട്ടിയ ആ വിളക്ക് വെച്ച വിഗ്രഹത്തിലായിരുന്നു. ഉടൻ തന്നെ നാട്ടിലേക്ക് വിളിക്കുന്നു. പിറ്റേ ദിവസം നാട്ടിൽ നിന്ന് കിട്ടിയ ജ്യോത്സ്യരുടെ ഒരറിയിപ്പ്, അല്ലെങ്കിൽ അദ്ദേഹം പറഞ്ഞത് ഈ വിഗ്രഹത്തെ നാട്ടിലേക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു. അതിൽ നിന്ന് പല കഥകളുമുണ്ട്, ആ കഥകളൊന്നും ഞാൻ വിശദീകരിക്കുന്നില്ല. അതിനെ ആവാഹിക്കേണ്ടതുണ്ട് എന്നും ചില രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം, അല്ലെങ്കിൽ അത് നിങ്ങളെ വിട്ട് പോകില്ല എന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ പറഞ്ഞു, ഇത് എയർപോർട്ട് വഴി അങ്ങോട്ട് കൊണ്ടുവരിക അന്നത്തെ കാലത്ത് നമുക്കത്ര ധൈര്യമില്ല. എല്ലാവരും പുതുതായിട്ട് വന്നവരാണ്, എന്തൊക്കെയാ നിയമങ്ങൾ അറിയില്ല, ദുബായ് എയർപോർട്ട് കൂടെ എങ്ങനെ ഇത് വരും, എന്താ ചോദിക്കുക എന്ന് നമുക്കറിയില്ല, നമുക്കിത് കിട്ടിയതാണ്. വേറെ എന്തെങ്കിലും ഉപായമുണ്ടോ എന്ന് ജ്യോത്സ്യരോട് ചോദിച്ചു. അപ്പോൾ ഉപായമുണ്ട്, ഈ തന്ന ആള് ഇത് സ്വീകരിക്കണം എന്ന് പറയാണ്. നമ്മുടെ മാൻഡ്രേക്ക് സിനിമയിൽ ഓർമ്മിപ്പിക്കുന്ന പോലെ അതൊരു രൂപമായിരുന്നെങ്കിൽ ഇതൊരു വിഗ്രഹമാണ്, പൂജിക്കുന്ന ഒരു വിഗ്രഹം. അങ്ങനെ ശക്തിയായൊരു മൂർത്തിയാണെന്നും ഇതൊരു ബ്രാഹ്മണൻ പൂജിച്ച വിഗ്രഹമാണെന്നും ഒക്കെയുള്ള കഥകളും അദ്ദേഹം പറഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ അതിന് ആ രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യേണ്ടതുണ്ടെന്നും മറ്റു പല കാര്യങ്ങളും അദ്ദേഹം പ്രവചിക്കുന്നു. അപ്പൊ റൂമിലെ കാര്യങ്ങളൊക്കെ അദ്ദേഹം എങ്ങനെ അറിഞ്ഞു എന്നൊക്കെ പറഞ്ഞ രീതിയിൽ നമ്മുടെ ചർച്ചയും നമ്മുടെ ഭയവും, വല്ലാത്ത ഭയം ഉണ്ടായി. നമുക്കിത് എങ്ങനെ ഒഴിവാക്കണം എന്നറിയുന്നില്ല. അങ്ങനെ ഇരിക്കെ ഈ കടക്കാരനോട് ഇപ്പൊ ഇത് എങ്ങനെ കൊടുക്കും, അയാൾ ഇത് മേടിക്കുമോ എന്നറിയില്ല. ഞാന് കമ്പനിയിൽ നിന്ന് അന്ന് ബാഗുകൾ സമ്മാനമായിട്ട് കൊടുക്കാനായിട്ട് കടക്കാർക്ക് തരാറുണ്ട്. ഇയാൾ എപ്പോഴും ബാഗ് ചോദിക്കാറുണ്ട്. അപ്പൊ അത് സംഘടിപ്പിച്ചു കമ്പനിയിൽ നിന്ന് 1-2 ടീഷർട്ടും ഈ വിഗ്രഹവും അതിൻ്റെ ഉള്ളിലേക്ക് ഇട്ട് ഈ ബാഗുമായിട്ട് ഞങ്ങൾ 3 പേരും ചേർന്ന് വൈകുന്നേരം ഇദ്ദേഹത്തിന്റെ കടയിലേക്ക് പോയി. ഞങ്ങളുടെ റൂമിൽ നിന്ന് നടക്കാനുള്ള ദൂരേ ഉള്ളൂ. ആ കടയിൽ ചെന്ന് ഒരു ചായയൊക്കെ, ഉണ്ണി വാ ഇരിക്കേ എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം ചായയൊക്കെ തന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, അശോക ബാഗൊക്കെ ഉണ്ടല്ലോ, എന്താണെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സന്തോഷമായിരുന്നു പുള്ളിക്ക്. ഭയങ്കര സമ്മാനം കിട്ടി. ആ സന്തോഷത്തോടു കൂടി ഈ ബാഗ് മേടിച്ചു പുള്ളി. നല്ല കനമുണ്ടല്ലോ ഉണ്ണി. അല്ല അഷ്റഫ്, ഞാനേ നിങ്ങൾ തന്നില്ല ഒരു വിഗ്രഹം, അത് ഇവര് സമ്മതിക്കുന്നില്ല റൂമിൽ വെക്കാനായിട്ട് എന്ന് പറയുക. അപ്പോൾ ഈ വേണു മറ്റ് ചേട്ടന്മാരുടെയൊക്കെ മുഖത്ത് വല്ലാത്ത ഭയമുണ്ട്. മാത്രമല്ല വേണുവിൻ്റെയൊക്കെ മുഖം ഒരു വീർത്തിരിക്കുന്നത്, പനി മാറിയിട്ട് 2 ദിവസമായിട്ടുള്ളൂ.
രാജേഷ് ആണെങ്കിൽ ഒന്നും നീണ്ടു നടക്കാറായിട്ടില്ല, കാല് ഞൊണ്ടിയിട്ടായിരിക്കുന്നത്. പിന്നെ എൻ്റെ ആക്സിഡന്റ് ആയത് ഇദ്ദേഹത്തിന് അറിയുകയും ചെയ്യാം. ഇത് ഇദ്ദേഹത്തിന്റെ കടയുടെ തൊട്ടപ്പുറത്താണ്. അപ്പൊ അതിനെക്കുറിച്ചൊക്കെ കാര്യങ്ങൾ ചോദിച്ചിട്ടുമുണ്ട് അദ്ദേഹം. ഇതൊക്കെ അടുത്തടുത്ത് നടക്കുന്ന സംഭവങ്ങളാണ്. ഇത് വല്ലാത്ത ഒരു വെപ്രാളം അദ്ദേഹത്തിന്റെ മുഖത്തുണ്ടാവുകയും ഈ സംഭവം നടന്ന് ഒരാഴ്ച കഴിഞ്ഞ് ഞാൻ സ്ഥിരമാകുന്ന എൻ്റെ റൊട്ടീനിൽ ഓർഡർ എടുക്കാൻ ചെന്നപ്പോൾ ഇദ്ദേഹം കടയിലില്ല. ഈ സാധനം ഇറക്കുന്നതിന് മുന്നേ ഇദ്ദേഹത്തിന്റെ അനിയൻ പറഞ്ഞു, നീ അവിടെ ഗോഡൌണിന്റെ ബാക്കിൽ ആണ് റൂമുള്ളത്, ഒന്ന് നിൽക്കാനെ കാണാൻ പോകണം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഇദ്ദേഹത്തിനെ കാണാനായിട്ട് ആ റൂമിൽ പോയി. ഒരു വല്ലാത്ത കാഴ്ചയായിരുന്നു. അദ്ദേഹം കാലൊക്കെ പൊക്കി ഇങ്ങനെ കിടക്കുകയാണ്, ബാൻഡേജ് ഒക്കെ ഇട്ടിട്ട്. അദ്ദേഹം കുറെ ചീത്ത പറഞ്ഞു, നീ ഇത് എന്ത് പരിപാടിയാണെന്ന് പറഞ്ഞു. ഞാൻ ആകെ അത്ഭുതപ്പെട്ടു പോയി, എന്തിനാ എന്നെ ചീത്ത പറയുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ അദ്ദേഹത്തോട് കാര്യമായ ദ്രോഹവും ചെയ്തില്ല. അദ്ദേഹം എനിക്കത് വലിയ വിശ്വാസമൊന്നുമില്ല, ഞാനത് എന്താ വെച്ചാൽ ചെയ്യാമെന്ന രീതിയിലാണ് അദ്ദേഹം ഇത് മേടിക്കുന്നത്. ഇദ്ദേഹം ആ വിഗ്രഹം മേടിച്ച അന്ന് ഇദ്ദേഹം ബാത്റൂമിൽ വഴുക്കി വീണു എന്നാണ് പറയുന്നത്. അത് കളയാനായി പറഞ്ഞിരുന്നു, വേസ്റ്റ് ബോക്സിൽ എന്തിലോ കളഞ്ഞു ഈ വിഗ്രഹം. അവിടെ നിന്ന് ഇദ്ദേഹത്തിനെ ഹോസ്പിറ്റലിലൊക്കെ കൊണ്ടുപോയി ബാൻഡേജ് ഒക്കെ ഇട്ട് വരുന്ന ഇടയിലാണ് ഇദ്ദേഹം കടന്നിരുന്ന കട്ടിലിന്റെ കാല് ഒടിയണം. സാധാരണ പ്രത്യേകിച്ച് ഒരു കേടുമില്ലാതിരുന്ന ഒരു കട്ടിലൊടിഞ്ഞ് വീണ്ടും 2 ദിവസം കഴിഞ്ഞ് പരിക്ക് പറ്റിയിട്ടുള്ള കടത്താണ്. ഒരാഴ്ചയുടെ ഇടയിൽ അവിടെ നടന്ന സംഭവബഹുലമായ സംഭവങ്ങൾ അദ്ദേഹം അതുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ ചെയ്തു എന്ന് എനിക്കറിയില്ല. കുറച്ചു കാലമെങ്കിലും അദ്ദേഹവുമായിട്ട് ശത്രുതാപരമായ, അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് മിണ്ടാതിരിക്കാൻ, ആ കടയിലേക്ക് എനിക്ക് ബിസിനസ് ചെയ്യാൻ പറ്റാതിരിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായ ഒരു രസകരമായ ഒരു സംഭവമായിരുന്നു. യഥാർത്ഥത്തില് അന്നത്തെ സംഭവം എന്തായിരുന്നു? ഇത് അനുഭവ കഥകളാണ്. ഇത് 1ഉം 2ഉം പേരല്ല. ഇതിൽ 3ഓ 4ഓ പേരുടെ നേർ അനുഭവങ്ങളുണ്ട്. ഇത് കണ്ടു നിന്ന വേറെയും സാക്ഷികളുണ്ട്. ഇതിന്റെ യാഥാർത്ഥ്യം എന്തായിരുന്നു? അന്ന് ഈ യാഥാർത്ഥ്യത്തെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ ഉള്ള പ്രാപ്തി എനിക്കുമില്ല. കാരണം മനുഷ്യന്റെ തലച്ചോറിലെ ഏറ്റവും പ്രധാനമായിട്ട് ഈ പറയുന്ന കാര്യങ്ങളെ കുറിച്ചൊക്കെയുള്ള ചിന്തകൾ നടക്കുന്ന ഭാഗം എന്താണ്? അത് പാരിയേറ്റൽ ലോബ്, അതേപോലെ ടെമ്പറൽ ലോബ്, ഫ്രണ്ടൽ ലോബ്, ഇവിടെ നടക്കുന്ന ന്യൂറോ ആക്ടിവിറ്റികളാണ്. യഥാർത്ഥത്തിൽ റാഷണലായ തിങ്കിങ്ങും ഈ പറയുന്ന വിശ്വാസപരമായ തിങ്കിങ്ങുകളും മനുഷ്യനുണ്ടാകുന്ന സ്ഥലമാണ്. അവിടങ്ങളിലൊക്കെ ചെറുപ്പത്തിലെ നമ്മൾ കേട്ട് വളർന്ന കഥകളുണ്ട്, കോഗ്നിറ്റീവ് ബയാസുകളുണ്ട് നമ്മുടെ. പിന്നെ ഒരാൾക്ക് മാത്രമല്ല എന്ന് പറയുന്ന ആ ബർണം എഫക്റ്റ് ഇവിടെ സംഭവിക്കുന്നുണ്ട്. കുറെ പരീക്ഷണങ്ങളുണ്ട് ബർണം എഫക്റ്റുമായിട്ടൊക്കെ. നിങ്ങൾക്ക് ഇന്റർനെറ്റിൽ അടിച്ചു കഴിഞ്ഞാൽ ബർണം എഫക്റ്റ് എന്താണ്, അതിന്റെ പരിപാടികൾ എങ്ങനെയാണ് അത് കണ്ടെത്തുക എന്നും അതിന്റെ പരീക്ഷണങ്ങളെ കുറിച്ചൊക്കെ കാണാൻ പറ്റും. ഇതെല്ലാം ഇതിൽ പ്രവർത്തിക്കുന്നുണ്ട്. ആ സമയത്ത് എൻ്റെ ഉള്ളിലെ ഈ ഭാഗത്ത് വലതുവശം, അതിന്റെ ഫ്രണ്ടൽ പാരിയേറ്റൽ ലോബിന്റെ വലതുവശം പ്രവർത്തനക്ഷമം, കാര്യമായ പ്രവർത്തിക്കാതെയാകുമ്പോൾ എളുപ്പത്തിൽ തനിക്ക് അറിയാതിരിക്കുന്ന അജ്ഞാതമായ കാര്യത്തിന് നമ്മൾ എപ്പോഴും ഒരു ആദ്യ യുക്തിയാണ് നമ്മളെ ഇത്തരം കാര്യങ്ങളിലേക്ക് കൊണ്ടെത്തിക്കുക. ഇവിടെ കേട്ട് വളർന്ന കഥകളുണ്ട്, ഒരു കൂട്ടത്തിനുണ്ടായ അനുഭവങ്ങളുണ്ട്. ഇതിന്റെ കാരണം കൊണ്ടാണ് ഇത് ഉണ്ടായത് എന്ന പാറ്റേൺ സീക്കിംഗ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. എന്തുണ്ടാകുമ്പോഴും ഒരു കൺഫർമേഷൻ ബയാസുകൾ, അത് കൺഫേം ചെയ്യുന്ന രീതി, അതിലൊരു നിഗമനത്തിലെത്തുന്ന രീതി, ഇതെല്ലാം നമുക്ക് കടന്നു വരുന്നുണ്ട് എന്നുള്ളതാണ്. ഏതൊരു കാര്യത്തിലും മനുഷ്യന് പലപ്പോഴും അവന് എളുപ്പമുള്ള ആദ്യത്തെ ആ ഒരു യുക്തിയിലേക്ക് എത്താനുള്ള ആഗ്രഹം ഉണ്ടാവും. ഇതായിരുന്നു എനിക്ക് അവിടെ സംഭവിച്ചത്. എനിക്ക് ശേഷം എനിക്ക് മാത്രമായിരുന്നില്ല, അത് എൻ്റെ ഒപ്പം ഉണ്ടായിരുന്ന ആ 2 പേർക്കുണ്ടായി. ഇതിനെ കഥകളായി, അനുഭവ കഥകളായി പറയുമ്പോൾ ഇതിനെ വിശ്വസിക്കും. കാരണം 1ഓ 2ഓ പേര് മാത്രം ഉള്ള ഒരു കാര്യമല്ല. ഒരു കഥ ഉണ്ടാകുന്നത് തന്നെ എങ്ങനെയാണ്? അജ്ഞാതമായ അജ്ഞതയെ കുറിച്ച് അറിയാനുള്ള മനുഷ്യന്റെ ഭാവന, അതാണ് അനുഭവ കഥകളായിട്ട് മാറുന്നതെന്നാണ് പറയുന്നത്. അതിന്റെ പ്രധാന പോഷണം എന്ന് പറയുന്നത് പ്രാഥമികമായ യുക്തിയെ തൃപ്തിപ്പെടുത്തുക, സമ്പൂർണ്ണ അജ്ഞതയിൽ നിന്നുള്ള താൽക്കാലിക മോചനമാണ് അനുഭവ കഥകളുടെ സാക്ഷ്യം എന്ന് പറയാറുണ്ട്. ഇവിടെ ഞാനത് വളരെ വൈകിട്ട് തിരിച്ചറിയുകയാണ് എൻ്റെ പാരിയേറ്റൽ ലോബിന്റെ പ്രവർത്തനം. അത്
ആ രീതിയിൽ ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എൻ്റെ ചെറുപ്പകാലത്തെ അനുഭവങ്ങളും വിശ്വാസങ്ങളുമായിട്ട് ഇഴചേർന്ന് കിടക്കുന്നതുകൊണ്ടാണ്. പിന്നീടാണ് ഇത്തരം ബയാസുകളെയും ഇത്തരം ധാരണകളിൽ നിന്ന് പുറത്തു കിടക്കല് എളുപ്പമായിരുന്നില്ല എന്നുള്ളതാണ്. ഓരോ മനുഷ്യനും അവൻ എന്തെങ്കിലും സംഭവിക്കും. അതുകൊണ്ടാണ് പലപ്പോഴും പലരും പറയാറുണ്ട്, അവൻ വയസ്സുകാലത്ത് അത്തരം വിശ്വാസങ്ങളെ ഇന്ന് തള്ളി പറഞ്ഞവൻ അവനൊരു അനുഭവം ഉണ്ടാവുമ്പോൾ വരും എന്ന് പറയുന്നത് ഈ കാര്യമാണ്. മനുഷ്യന്റെ തലച്ചോറിന്റെ പ്രവർത്തനങ്ങൾ നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. നമുക്ക് പലപ്പോഴും അജ്ഞാതമായ കുറെ കാര്യങ്ങളെ നമ്മൾ ഇതിന്റെ ഉത്തരം ഇങ്ങനെ കണ്ടെത്തുകയാണ്. അതുകൊണ്ട് തന്നെ കുറെ മിത്തുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. മനുഷ്യന്റെ തലച്ചോറ് പരിപൂർണമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നില്ല, തലച്ചോറിന് ഈ രീതിയിൽ കേടുപറ്റി കഴിഞ്ഞാൽ പിന്നീട് ശരിയാവില്ല, പല പല ധാരണകളാ. ഇതിനൊന്നും സയൻസിന്റെ യാതൊരു പിൻബലവും ഇല്ല എന്ന് മാത്രമല്ല, സ്യൂഡോ സയൻസുകൾ ഇതിൽ കയറിക്കൂടിയിട്ടുണ്ട്. പക്ഷെ ഈ സ്യൂഡോ സയൻസ് മാറ്റണം എന്നുണ്ടെങ്കിൽ അതിനെന്ത് വേണം? എൻ്റെ ബയാസുകൾ മാറണം, എനിക്ക് പഠിക്കണം, ഞാൻ അറിയണം, എൻ്റെ അറിവുകൾ തെറ്റാണെന്നുള്ള ബോധ്യം വരണം. അതില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കടക്കും. നമ്മൾ ഈ അനുഭവ കഥകളിൽ കടന്നുകൊണ്ട് അവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ട്, ഈ കാര്യങ്ങൾക്ക് ബന്ധമുണ്ട്, 1, 2, 3 എന്ന് പറയുന്ന സംഭവങ്ങൾ തമ്മിൽ ബന്ധമുണ്ട് എന്ന് നമ്മൾ സ്ഥാപിക്കുന്നു. അതിനെ കുറച്ചുകൂടി ഭാവന കലർത്തി വേറൊരാളോട് പറയുന്നു, അയാളിൽ നിന്ന് വേറൊരാളിലേക്ക്. കഥകൾ അങ്ങനെയാണ്. ഇവിടെയാണ് യഥാർത്ഥത്തിലുള്ള നമ്മുടെ റാഷണൽ തിങ്കിങ്ങിന്റെ പ്രവർത്തനം നിലയ്ക്കുകയും നമ്മൾ ഇത്തരം കെട്ടുകഥകളിൽ അഭിരമിച്ചുകൊണ്ട് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗ്യവും നിർഭാഗ്യവും എല്ലാം ഈ പറയുന്ന ചില വസ്തുക്കൾ നോക്കി നടക്കുകയും നമ്മൾ ഇതിന്റെ പ്രവചനങ്ങൾ നടത്തുന്ന ആളുകളിൽ ബന്ധിതമായി പോവുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എപ്പോഴും നമ്മുടെ ചിന്തകൾ ബയാസുകളില്ലാതെ തുറന്ന മനസ്ഥിതിയോടുകൂടി അറിയാനും അറിയിക്കാനുമായിട്ടായിരിക്കണം എന്ന് നിങ്ങളോട് സംസാരിക്കാൻ സാധിച്ചുള്ള നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുമല്ലോ. താങ്ക് യു ഫോർ വാച്ചിങ്.